കുറച്ച് നാളായി വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് TR to PR ഇവിടെയുള്ള ആൾക്കാർക്ക് കുറച്ച് മുൻഗണനയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ അത് മാത്രമല്ല 2025 ആ ഒരു ഇമിഗ്രേഷൻ പ്ലാനിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം സമയങ്ങളുണ്ട്, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. 2024 ഒക്ടോബറിലായിരുന്നു ഈ 2025-27 ഇമിഗ്രേഷൻ പ്ലാൻസ് പുറത്തുവിട്ടത്. അപ്പം ഇതിന്റെ അകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 2025 395,000 ആൾക്കാർക്കാണ് PR കൊടുക്കാൻ, ന്യൂ PR കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവര് പ്ലാൻ ചെയ്യുന്നത്. ഈ അറ്റ് ദ സെയിം ടൈം തന്നെ ഇവർ പറയുന്നുണ്ട് കുറച്ച് റീജിയൻസിൽ ക്യാപ്പ് ഇടുന്നുണ്ട്. അതായത് വർക്കേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ ഓൾറെഡി ക്യാപ്പ് ഒക്കെ അനൗൺസ് ചെയ്തു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 673,950 റേഞ്ചിലത്തേക്കാണ് ക്യാപ്പ് വന്നത്. ബാക്കിയുള്ള നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ന്യൂ PR കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇവർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഉള്ള ആൾക്കാർക്കാണ് ആ ഒരു 40% PR സീറ്റ്സ് ഇവർ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 60% ആൾക്കാർക്കായിരിക്കും പുറത്തുനിന്ന് PR, അതായത് നമ്മുടെ ഈ എക്സ്പ്രസ് എൻട്രി ത്രൂ, പൂൾസ് ത്രൂ, അല്ലെങ്കിൽ വേറെ കുറെ കാറ്റഗറീസ് ഉണ്ടല്ലോ, ആ ഒരു കാറ്റഗറി വഴി ബാക്കിയുള്ള ആൾക്കാർക്ക് പുറത്തുനിന്ന് കൊടുക്കും. 40% ഇവിടെ ഉള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് തന്നെ കുറച്ച് കാര്യങ്ങൾ ഇവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു 2025 ഈ ഒരു TR to PR സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ PGW, അതായത് ഇവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് PGWP ഉള്ള ആൾക്കാർക്കും പിന്നെ ഈ സ്പൗസ് വിസസ് എലിജിബിലിറ്റി അനുസരിച്ചിട്ട് ഇവിടെ സ്പൗസ് വിസയിൽ കിട്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് സ്കിൽഡ് ടെമ്പററി വർക്കേഴ്സ് ആണ്. അതായത് പല പല കാറ്റഗറീസിലും ഇവിടെ പല പല പ്രൊവിൻസിന് ആൾക്കാരെ വേണം. അപ്പൊ ആ ഒരു റീജിയനിലേക്ക് അത്രയും സ്കിൽസ് ഒക്കെ ഉള്ള ആൾക്കാർക്കുമാണ് ഇവർ ഈ 2025 പ്രയോറിറ്റി ലിസ്റ്റിൽ ഇവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാറ്റഗറിയാണ് കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് കാറ്റഗറി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് നേടിയതിന് ശേഷം നമ്മൾ പൂളിൽ നമ്മുടെ സ്കോർസ് ഒക്കെ വെച്ചിട്ട് എൻട്രി ചെയ്യും. അപ്പൊ അതിന്റെ അണ്ടറിൽ ഇപ്പൊ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പല പല കാറ്റഗറീസ് ആണ് ഇവർ പറയുന്നത്. ഹെൽത്ത് റിലേറ്റഡ്, അഗ്രികൾച്ചർ റിലേറ്റഡ്, അങ്ങനെ കുറച്ച് കാറ്റഗറി പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കൂടാതെ വേറെ ഒരു അടിപൊളി ന്യൂസ് ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. കുറച്ച് കാര്യങ്ങൾ, അതായത് PR കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫീൽഡിലുള്ള കുറച്ച് പ്രോഗ്രാംസും 2025 ലാസ്റ്റ് ആകും തോറും ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇവർ പ്ലാൻ ചെയ്യുന്ന IRCC പ്ലാൻ ചെയ്യുന്നുണ്ട് എക്കണോമി മൊബിലിറ്റി പാത്വേസ് പൈലറ്റ് പെർമനന്റ് പ്രോഗ്രാംസ് ഇവർ റിലേറ്റ് 2025 ആവുമ്പോഴത്തേനും അനൗൺസ് ചെയ്യാൻ വേണ്ടി, അതായത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല പുതിയ സ്ട്രീംസ്, അതായത് അഗ്രികൾച്ചറിനും ഫിഷ് പ്രോസസിംഗ് സെക്ടേഴ്സിനും വേണ്ടിയിട്ട് ഇവര് ഈ ഒരു പുതിയ പാത്വേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പറഞ്ഞാൽ PGWP ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫീൽഡ് ഓഫ് റിക്വയർമെന്റ്സിൽ ഇനി ഒന്നും കൂടി അവര് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഓൾറെഡി നമുക്കറിയാം സ്പൗസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫീൽഡിലൊക്കെ മാത്രമേ സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടത്തുള്ളൂ. അതും ഇവര് കുറച്ച് ഒന്നും കൂടി അനലൈസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് നേരത്തെ ഉണ്ടായിട്ടുള്ള റൂൾസിനെ ഇവർ കുറച്ചും കൂടി അനലൈസ് ചെയ്തിട്ട് മാറ്റങ്ങൾ വരുത്താൻ ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇവർ പറയുന്നത് പറഞ്ഞാൽ PNB പിന്നെ റീജിയൻ ബേസിട്ടുള്ള കുറച്ച് പാത്വേസ് ഒക്കെ പുതിയ പാത്വേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ ഈ ഒരു ഓവറോൾ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചില റീജിയൻസിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരില്ലാത്ത കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ആ ജോലികൾക്ക് കുറച്ച് പ്രയോറിറ്റി കൊടുത്തിട്ട് അതിലത്തേക്കുള്ള പാത്വേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു PR കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ജോലി ചെയ്യുന്ന ആൾക്കാർ എന്തായാലും വരികയും അതുവഴി ആൾക്കാർക്ക് PR കൊടുക്കുകയും അപ്പൊ ഓൾറെഡി ആ ജോലി ചെയ്യാൻ വേണ്ടി ആൾക്കാരെ കിട്ടുമല്ലോ. അങ്ങനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പണ്ട് മുതലേ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം പല പല പ്രൊവിൻസിൽ ഈ ഒരു റൂറൽ ഏരിയാസിലൊക്കെ പ്രോഗ്രാംസ് പാത്വേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും PR-ന് വേണ്ടിയിട്ട്. അപ്പൊ ആൾക്കാർ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പൊ അതുവഴി ആൾക്കാർക്ക് PR കിട്ടുകയും ചെയ്യും. അവിടെ കുറച്ച് ഡെവലപ്പിംഗ് സംഭവിക്കുകയും ചെയ്യും. ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഇത് സ്കില്ല്, അതായത് ഫീൽഡ് വെച്ചിട്ട് ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് പോണ് എന്നാണ് പറയുന്നത്. സ്റ്റിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, പറയണം, കേൾക്കണം, അങ്ങനെയുള്ള അതും മെൻഷൻ ചെയ്യാം. ഇത് നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വേണം. അതുവരെ ബൈ.